കൈവച്ചുകൊണ്ട് മന്ത്രിച്ചു തരുന്നു. ആ സമയത്ത് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുകയാണ്. ഉസ്താദിന്റെ വീട്ടിന്റെ തൊട്ടടുത്ത് ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിലേക്ക് കയറണമെങ്കിൽ ധാരാളം സ്റ്റെപ്പുകൾ കയറി പോകേണ്ടതുണ്ട്. മഹാനായ ഉസ്താദ് മലേഷ്യയിൽ നിന്ന് വല്ലാതെ ക്ഷീണിച്ച് വീട്ടിലേക്കൊന്ന് നന്നായി കയറിയിട്ടില്ല. അവിടുന്ന് ഒന്ന് വിശ്രമിച്ചിട്ടില്ല. അപ്പോഴേക്ക് ബാങ്ക് കൊടുക്കുമ്പോൾ ഉസ്താദ് ഇറങ്ങുകയാണ്, പള്ളിയിലേക്ക് നടക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഉസ്താദുകൾ ആ പള്ളിയിലേക്ക് കയറി പോകാനുള്ള സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറുമ്പോ അവിടുത്തെ രണ്ട് ഭാഗത്തും ഖാദിമീങ്ങൾ അവിടുത്തെ സഹായിക്കുന്നു. അവർ ഉസ്താദിന്റെ കൈകൾ പിടിക്കുന്നു. ആ സ്റ്റെപ്പുകൾ ഇങ്ങനെ ഉസ്താദ് കയറുന്നത് കാണുമ്പോ സഹോദരന്മാരെ, എന്റെ മനസ്സ് വല്ലാതെ പടച്ചുപോയി. കാരണം ഉസ്താദ് വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ആ സ്റ്റെപ്പുകളൊന്ന് കയറാൻ വല്ലാതെ ബുദ്ധിമുട്ടിക്കൊണ്ട് ഉസ്താദ് വരികൾ പള്ളിയിലേക്ക് കയറുകയാണ്. അവിടെ എന്റെ സുഹൃത്തായ അബ്ദുൽ ലത്തീഫ് സഖാഫി, കാഞ്ഞങ്ങാടുള്ള സഖാഫിയാണ്. അദ്ദേഹത്തെ ഉസ്താദ് മഗ്‌രിബ് നിസ്കാരത്തിൽ ഇമാമത്ത് നിർത്തുന്നു. ഉസ്താദ് വരികൾ മഅ്മൂമായി നിൽക്കുകയാണ്. ഉസ്താദിന്റെ അടുത്തെങ്ങനെയാ നിൽക്കുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് ഉസ്താദിന്റെ പേരക്കുട്ടി ഉസ്താദിന്റെ അടുത്തേക്ക് ഞാനങ്ങ് ചേർത്ത് വെക്കുമ്പോ ഉസ്താദ് അവരുകൾ എന്റെ കൈ പിടിച്ചുകൊണ്ട് ഉസ്താദിന്റെ അടുത്ത് നിർത്തുന്നു. സുബ്ഹാനല്ലാഹ്, ഉസ്താദ് അവരുകൾ നിസ്കരിക്കുമ്പോ അവിടുന്ന് റുകൂഇൽ പോകുന്നത് കാണുമ്പോ, അവിടുന്ന് സുജൂദ് ചെയ്യാൻ പ്രയാസപ്പെടുന്നത് കാണുമ്പോ, സുജൂദിൽ നിന്ന് അവിടുന്ന് എഴുന്നേൽക്കാൻ വല്ലാതെ പ്രയാസപ്പെടുന്നത് കാണുമ്പോ എന്റെ ഖൽബ് വല്ലാതെ പടച്ചുപോയി. സഹോദരന്മാരെ, ഉസ്താദ് അവരുകൾ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടിയപ്പോ അല്പം താഴേക്ക് ഇറങ്ങിയിരുന്നു കൊണ്ട് ഞാൻ ആ ഉസ്താദിടത്ത് നിന്ന് നോക്കിയിരുന്നു പോയി. എന്റെ കണ്ണിൽ ഇങ്ങനെ അറിയാതെ കണ്ണുനീര് വന്നുപോയി. കാരണം ഉസ്താദിനെ പ്രായം വല്ലാതെ തളർത്തുന്നു. പക്ഷേ ഉസ്താദ് വിശ്രമിക്കുന്നില്ല. സാധാരണ എന്റെയും നിങ്ങളുടെയും ഒപ്പയെ പോലെയാണോ മോനെ ഖമറുലുലമ ഉസ്താദ് ഉള്ളത്? അവിടുന്ന് ക്ഷീണിച്ചു പോയാൽ 10,000 എത്തിയും മക്കളല്ലേ മോനെ അനാഥമാകുന്നത്? അവിടുന്ന് ക്ഷീണിച്ചാൽ എത്ര മുത്തല്ലിമീങ്ങളാണ് നാഥനില്ലാതെയായി പോകുന്നത്, എത്ര സനാതന അനാഥകളായി പോകുന്നത്, എത്ര ആളുകളാണ് വല്ലാതെ ബേജാറിൽ ജീവിക്കേണ്ടി വരുന്നത്. ഉസ്താദൊന്ന് തളർന്നു പോയാൽ അതേ വല്ലാത്ത തളർച്ച വന്നു പോകുന്നു. അല്ലാഹുവേ, ഉസ്താദിനെ ദീർഘായുസ് നൽകണേ റഹ്മാനേ, അവിടുത്തേക്ക് ആഫിയത്ത് നൽകണേ റഹ്മാനേ, അവിടുത്തേക്ക് ആഫിയത്ത് നൽകണേ റഹ്മാനേ. അങ്ങനെ ഇസ്ലാമിന് വേണ്ടി പടപൊരുതുന്ന ഇതുപോലെ നാട്ടുകളുണ്ട്. ആ ഉലമാക്കളെ തെരുവോരങ്ങളിൽ വെച്ച് കശാപ്പ് ചെയ്യുന്ന ചില ആളുകളുണ്ട്. മോനെ, എന്തിനാ ഖമറുലുലമയെ കൈമാറി കേൾക്കുന്നത്? എന്തിനാ മോനെ താജുൽ ഉലമ തങ്ങളെ പറ്റി ഗീബത്ത് പറഞ്ഞു നടക്കുന്നത്? ഖമറുലുലമ നിർമ്മിച്ച പള്ളികളുടെ എണ്ണം നിനക്ക് അറിയുമോ? 2000-ലോ അതിലധികമോ പള്ളികൾ ഉസ്താദിലേക്ക് നിർമ്മിച്ചു പോയി. ഓരോ ബാങ്ക് കൊടുക്കുമ്പോഴോ ഉസ്താദ് നിർമ്മിച്ച പള്ളികളിൽ വെച്ച് 10,000 ആളുകൾ സുജൂദ് ചെയ്യുമ്പോ കണ്ടവരും ഉസ്താദിന്റെ അക്കൗണ്ടിലേക്ക് എത്ര പ്രതിഫലമാണ് മോനെ വരുന്നത്? കുറ്റം പറയുന്ന നീ ഒരു പള്ളി നിർമ്മിച്ചിട്ടുണ്ടോ? ഓട്ടെ, ഒരാൾക്ക് സുജൂദ് ചെയ്യാനുള്ള ഒരു അവസരം നീ ഉണ്ടാക്കി കൊടുത്തോ? ഒരു മുതല്ലിമനെ നീ പോറ്റിയോ? ഒരു യതീമിനെങ്കിലും അവന് വേണ്ട ഭക്ഷണവും പാർപ്പിടവും വിദ്യാഭ്യാസവും നീ നൽകിയോ? ഒന്നും നൽകാതെ ഖമറുലുലമയെ പോലെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരെ അൽബ് നിറച്ചും അസൂയയായി പുള്ളി കൈമാറി നിൽക്കുമ്പോ മോനെ നീ ഒന്ന് ഓർക്കേണ്ടതുണ്ട്. മഹാനായ സയ്യിദുൽ മഖ്ദൂം നമ്മൾ പറയുന്നു, ഒരാളെ പോലും മോനെ നീ ഗീബത്ത് പറയാൻ പാടില്ല. പ്രത്യേകിച്ച് ആലിമീങ്ങളായ ആളുകളുണ്ടല്ലോ, ആ ആലിമീങ്ങളെ
നീ കുറ്റം പറയാതിരിക്കണ്ട. വലൗലി സഫറിമാ ബിലഹദിഹിം ഉൾഫോ. ആലിമീങ്ങളെ കുറ്റം പറയുന്നത് അത് മറന്നുകൊണ്ടാണെങ്കിലും ശരി വല്ലാത്ത പാതകമാണ്. ഏതുപോലെ പറയുമോ, ആലിമീങ്ങളുടെ പച്ച മാംസമില്ലേ മോനെ, അത് വിഷമുള്ള മാംസമാണ് കേട്ടോ. മഹാനവരുകൾ ഓർമ്മപ്പെടുത്തുന്നു, വിഷമുള്ള മാംസമാണ് എന്ന് പറഞ്ഞാൽ ഒരു കുപ്പിയിൽ വിഷം കാണുമ്പോ അത് വിഷമാണ് എന്ന് അറിയാതെ അല്ലെങ്കിൽ മറന്നുകൊണ്ട് നീ കുടിച്ചു പോയാൽ, പടച്ചവനെ ഞാനിത് മറന്നു കുടിച്ചതാണ് അതുകൊണ്ട് എന്നെ മരിപ്പിക്കരുത് എന്ന് നീ വിചാരിച്ചാലും ആ വിഷമാണോ നീ കുടിച്ചത്, നീ മരിച്ചു പോകും. ഇതേപോലെ ആലിമ്യങ്ങളെ കുറ്റം പറയുമ്പോ മോനെ അത് വിഷമുള്ള മാംസമാണ്, അറിയാതെ ചെയ്തു പോയാലും വലിയ പാതകമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. അസൂയ എന്ന് പറയുന്നത് ഈ ആളുകളെ കുറ്റം പറയലും ആളുകളെ മോശമാക്കലും എല്ലാം കൽബിന്റെ ഉള്ളിലുള്ള അസൂയ എന്ന് പറയുന്ന രോഗത്തിൽ നിന്ന് വരുന്നതാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ.